കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അമ്പലത്തിൽ വെച്ച് സുനന്ദയെ കണ്ടുമുട്ടുമ്പോൾ സുഭാഷിന്റെയും സുനന്ദയുടെയും ജീവിതത്തെക്കുറിച്ച് നിധി സംസാരിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് നിശ്ചയിച്ച് നീ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന് നിധി പറയുമ്പോൾ തനിക്ക് സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കണമെന്നും പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് തനിക്കറിയില്ലെന്നും സങ്കടത്തോടെ സുനന്ദ പറയുന്നുണ്ട്. എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുന്നത്? നിനക്ക് സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കണ്ടേ? അപ്പോൾ അതിന് ശ്രമിക്കേണ്ടത് നീയല്ലേന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? അമ്മയും അച്ഛനുമായി വഴക്കുണ്ടാക്കണോ? അവരുടെ സ്വഭാവം അറിയില്ല എന്നവൾ ചോദിക്കുമ്പോൾ ഞാനിപ്പോ പറയാൻ പോകുന്നത് നീ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നമുക്കിഷ്ടമുള്ള കാര്യം ചെയ്യുന്നത്രയും പ്രധാനമാ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യുന്നതും. നിന്റെ കല്യാണം നടത്തിവെച്ച് നിന്റെ സ്വന്തക്കാരും ബന്ധുക്കളും എല്ലാം തിരിച്ചു പോകും. നിന്റെ അച്ഛൻ ജോലി സ്ഥലത്തേക്ക് പോവും, അമ്മ തിരിച്ച് വീട്ടുകാര്യങ്ങളിലേക്കും തിരിയും. നീ ഒറ്റയ്ക്ക് വേണം നിന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ. ഇഷ്ടപ്പെടാത്ത ഒരാളോടൊപ്പം നീ എന്നും കഴിയേണ്ടി വരും. നിങ്ങളുടെ ജീവിതം ഓരോ നിമിഷവും നരകമായിരിക്കും സുനന്ദ. അങ്ങനെ ജീവിതം നശിപ്പിക്കണോ? മറിച്ച് നിനക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ലെങ്കിൽ നിനക്ക് മനസ്സ് മാറ്റി ഒരു പുതിയ ആളായി ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ കല്യാണവുമായി മുന്നോട്ട് പോ. പക്ഷേ ഈ മനസ്സും വെച്ചാ നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദയവ് ചെയ്ത് നീ കല്യാണത്തിന് നിൽക്കരുതെന്ന് നിധി പറയുന്നുണ്ട്. സുഭാഷേട്ടനെ പോലെ ആരും എന്നെ പരിഗണിച്ചിട്ടില്ല, സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ എനിക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടാ. ഇപ്പോ ആളെ മറന്നിട്ട് വേറൊരാളെ കൂടെ ജീവിക്കാൻ പറഞ്ഞ എനിക്കത് ആലോചിക്കാൻ കൂടി കഴിയില്ല. നിധി, ഈ കാര്യത്തിൽ നിനക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ കഴിയോ എന്ന് സുനന്ദ ചോദിക്കെ ഒരു നിമിഷം ആലോചനയോടെ ശരി, പക്ഷേ എന്തെങ്കിലും തീരുമാനമെടുത്താ നീ അതിന്ന് പിന്തിരിയോ? അതിൽ ഉറച്ചു നിൽക്കില്ലേ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്താ അങ്ങനെ ചോദിക്കുന്നേ? എന്റെ അവസ്ഥ നീ കാണുന്നില്ലെന്ന് സുനന്ദയും. അതുകൊണ്ടാ വീണ്ടും വീണ്ടും ചോദിക്കുന്നതെന്ന് നിധി പറയുമ്പോ എനിക്ക് സുഭാഷേട്ടനെ തന്നെ വേണം, അതിനൊരു മാറ്റവുമില്ലെന്ന് സുനന്ദയും തീർത്തു പറയുകയാ. എന്നാ പിന്നെ കല്യാണം കഴിച്ചൂടെ എന്ന് നിധിയുടെ ചോദ്യം കേട്ട് സുനന്ദയും ആകെ ഷോക്കായിരിക്കുകയാ. എന്തിനാ ഇങ്ങനെ ഷോക്കാവുന്നേ? സുഭാഷേട്ടന്റെ കൂടെ ജീവിക്കാനല്ലേ ഇഷ്ടം. അപ്പോ കല്യാണത്തെക്കുറിച്ച് പറയുമ്പോ ഇങ്ങനെ ഷോക്കാവുന്നത് എന്തിനാ എന്ന് നിധി ചോദിക്കുമ്പോ അതൊക്കെ നടക്കുവോ? ഞാൻ വീട് വിട്ടു പോന്നാ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ എന്ന് സുനന്ദയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്. പ്രശ്നമുണ്ടാവും, വലിയ വഴക്കും അടിയും ഒക്കെ ഉണ്ടാവും. അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ കല്യാണവും നടക്കും എന്ന് നിധി പറയുന്നത് കേൾക്കെ ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന് ശരി, അപ്പോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് സുനന്ദ ചോദിക്കുക. നിധി വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്പൊ 8 മണി കഴിഞ്ഞു, ഒരുപാട് നേരം ഇവിടെ ഇരുന്ന വീട്ടിൽ സംശയം തോന്നും എന്നവൾ ഓർമ്മിപ്പിക്കുമ്പോ അത് ശരിയാ, അരമണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താനാ അമ്മ പറഞ്ഞെന്ന് സുനന്ദയും. എന്നാ വേഗം വീട്ടിൽ പോയിക്കോ, ഇന്ന് പകല് ഒരു സംശയം തോന്നാത്ത രീതിയിൽ പെരുമാറണം എന്ന് വെച്ച് അമിതായി സന്തോഷം കാണിച്ച് വെറുതെ കോളാക്കുകയും ചെയ്യരുത്. നാളെ രാവിലെ 10 മണിയോടെ ഇവിടേക്ക് വരാൻ പറ്റുമെന്ന് നിധി ചോദിക്കുമ്പോൾ വരാമെന്ന് സുനന്ദയും. എന്നാ ഈ അമ്പലത്തിൽ വെച്ച് നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തി തരും എന്ന് നിധി അവൾക്ക് വാക്കു കൊടുക്കുമ്പോൾ നടക്കൂ എന്ന് സുനന്ദയും ചോദിക്കുക. നടക്കണമെന്നാണോ നടക്കരുതെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എന്ന് നിധി വീണ്ടും ചോദിക്കുമ്പോൾ ഭഗവതി സത്യം, എനിക്ക് ഈ കല്യാണം നടക്കണമെന്ന ആഗ്രഹം എന്ന് സുനന്ദയും. നീ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അത് നടത്താനുള്ള തീരുമാനമാ ഇപ്പൊ എടുത്തത്. ഇനി അതിന്ന് മാറാതെ നോക്കണം. ഈ കല്യാണം നടക്കും, അതെന്റെ ഉറപ്പാ, പോരെ? ഉറപ്പായും 10 മണിക്ക് എത്തില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ ഉറപ്പ് നിധി, ഞാൻ എത്തിയിരിക്കുമെന്ന് സുനന്ദയും ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. യാത്ര പറഞ്ഞു പോവാൻ തുടങ്ങിയ സുനന്ദയെ വീണ്ടും നിധി വിളിച്ചു നിർത്തി. സുനന്ദ, ഈ തീരുമാനത്തിൽ ഇനി മാറ്റമുണ്ടാവരുത് എന്നോർമ്മിപ്പിക്കുമ്പോ ഇല്ല നിധി, ഇതെനിക്ക് വേണ്ടിയുള്ള തീരുമാനമാ, ഇതിനി മാറില്ല എന്ന് തീർത്തു പറഞ്ഞ് സുനന്ദയും അവിടുന്ന് യാത്ര പറഞ്ഞു പോവുകയാ. അവിടെ സുനന്ദയുടെ വീട്ടിൽ പയ്യനും വീട്ടുകാരും വീണ്ടും പെണ്ണ് കാണാനായി വന്നിരിക്കുക. എന്റെ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് ഇവനും കൂട്ടുകാരുമല്ലേ വന്നത്, ഞങ്ങളും കുടുംബത്തിലെ കാരണവരും വന്ന് കുട്ടിയെ കണ്ടു മടങ്ങാന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് വന്നതാ, ഒപ്പം തലക്കുറി കൈമാറുകയും ചെയ്യാമെന്ന്. അപ്പോഴേക്കും സുനന്ദയുടെ അച്ഛനും പറയുന്നുണ്ട്, ആയിക്കോട്ടെ. 2 കുടുംബത്തിലെ ആൾക്കാരെ കല്യാണത്തിന് മുമ്പ് പരസ്പരം കണ്ട് പരിചയപ്പെടുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന്. പിന്നീട് ധനപാലൻ ഗംഗാധരനെയും തന്റെ അമ്മയെയും ലളിതയെയും എല്ലാം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇത്രയുള്ളൂ ഞങ്ങളുടെ കുടുംബമെന്ന് ധനപാലൻ പറയുമ്പോൾ ഞങ്ങളും ഒരു ചെറിയ കുടുംബമാണ്, കാരണവരെന്ന് പറയാൻ അമ്മാവനാണ് പ്രധാനം എന്ന് പയ്യന്റെ അച്ഛൻ പറയുമ്പോൾ തലക്കുറി കൈമാറാൻ വരുമ്പോ അമ്മാവനെയും കൂട്ടി വരാന്നാ വിചാരിച്ചത് എന്നവന്റെ അമ്മയും പറയുന്നുണ്ട്. അത് കേൾക്കെ ഗംഗാധരനും പയ്യന് ജാതകത്തിലൊന്നും വിശ്വാസമില്ലെന്നാണല്ലോ അന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ നമ്മൾ ഇത്തിരി ലോകം കണ്ടവരല്ലേ, മനുഷ്യന്മാര് മാത്രം ഭരിക്കുന്ന ലോകമല്ലല്ലോ ഇത്. മുകളിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെയും ഗോളങ്ങളെയും നമുക്ക് കണ്ടില്ലെന്ന് വെക്കാം, പക്ഷേ അവ നമ്മളെ വിടില്ലല്ലോ. നമ്മൾ ഇപ്പോഴല്ലേ CCTV ഒക്കെ വെച്ചത്. ഗ്രഹങ്ങൾ പണ്ട് മുതലേ ഈ പണിയല്ലേ ചെയ്യുന്നതെന്ന് പയ്യന്റെ അമ്മാവനും ചോദിക്കുന്നുണ്ട്. പയ്യന്റെ അച്ഛനും നാട്ടിലൊരു ജ്യോത്സ്യന്റെ അടുത്ത് ഞങ്ങൾ നാളും ജനനത്തീയതിയും ഒക്കെ വെച്ച് നോക്കിയിരുന്നു, ഇനി കാര്യമായി നിങ്ങൾ കൂടിയൊന്ന് നോക്കിക്കോളൂ എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, പക്ഷേ എല്ലാത്തിലും പ്രധാനം ഈ മനസ്സിന്റെ പൊരുത്തമാണല്ലോ എന്ന് ഗംഗാധരമാമനും പറയുന്നുണ്ട്. അത് കേട്ടോണ്ടിരുന്ന അച്ഛമ്മയും അതെ, എത്ര ഗ്രഹപ്പൊരുത്തമുണ്ടായാലും മനപ്പൊരുത്തമില്ലെങ്കിൽ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലളിതയും താൻ അവളെ വിളിക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോവുകയാണ്. അവിടെ തന്റെ റൂമിൽ സാരിയെല്ലാം ഉടുത്തൊരുങ്ങി സുനന്ദ ടെൻഷനോടെ നിൽക്കുക. ലളിതയും അവളുടെ അടുത്തേക്ക് ചെന്ന്, ഹോ, എന്നെങ്കിലും ഉടുത്തൊരുങ്ങി നിൽക്കാൻ തോന്നിയല്ലോ.
അല്ലെങ്കിലും പെൺകുട്ടികളുടെ കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യമൊക്കെ മറക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നും. പിന്നെ അതങ്ങ് മാറും. ഇരുമ്പിനോട് ഒട്ടി നിൽക്കുമ്പോ കാന്തത്തിന് തോന്നും ജീവിതകാലം മുഴുവൻ താൻ ഇവിടെ ഒട്ടിയിരിക്കുകയാണെന്ന്. അതിനവിടുന്ന് പറിച്ചെടുത്ത് ഇത്തിരി കൂടി കൊള്ളാവുന്ന ഒരു ഇരുമ്പ് കഷ്ണത്തിൽ വെച്ച് നോക്കിയേ, അതവിടെ ഇരുന്നോളും. പെൺകുട്ടികളുടെ പ്രേമം എന്നൊക്കെ പറയുന്നത് അത്രയേ ഉള്ളൂ. നല്ല ഇരുമ്പ് നോക്കി പറിച്ചു മാറ്റുന്ന പണിയാ വീട്ടുകാർ ചെയ്യുന്നതെന്ന് വിചാരിച്ച മതിയെന്ന് അമ്മ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, എന്ന് അമ്മയെ അച്ഛനിന്ന് പറിച്ചു മാറ്റി വേറൊരു ഇരുമ്പിക്കൊണ്ട് വെക്കട്ടെ, ഒട്ടി ഇരുന്നോളൂ എന്ന് സുനന്ദയും ചോദിക്കുക. ഇതേയും ദേഷ്യത്തോടെ, എടി ചെറ്റത്തരം പറഞ്ഞ കണ്ണുകുത്തി പൊട്ടിക്കും ഞാൻ എന്ന് പറയുമ്പോ, അപ്പൊ പിന്നെ വലിയ ഫിലോസഫിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. നിങ്ങളൊക്കെ കൂടി ഇത് തീരുമാനിച്ചു. ഞാൻ നിങ്ങളുടെ ചരടിനൊത്ത് ആടാൻ വിധിക്കപ്പെട്ടു വെറും പാവയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അതിനൊത്ത് ആടിക്കൊള്ളാം പോരെ എന്നവൾ വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. മതി, ആ ആട്ടമാ നല്ലതെന്ന് വൈകാതെ നിനക്ക് മനസ്സിലായിക്കോളും. ഇപ്പൊ വാ, വന്നവർക്ക് ചായ എടുത്തു കൊടുക്കെന്ന് പറഞ്ഞേ ലളിത അവളെയും പിടിച്ചു വലിച്ചോണ്ട് പോവുകയാ. അവിടെ ധനപാലനും കൂട്ടനും കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. പയ്യന്റെ അമ്മാവൻ പറയുന്നുണ്ട്, പണ്ടത്തെ പോലെയാണോ ഇപ്പോ? ഒരു കുട്ടിയെ ഇറക്കി വിടാന്ന് വെച്ചാ പണ്ട് ഭഗീരഥൻ ഗംഗയെ ആകാശത്തിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ മ്ലേച്ഛകരമാ. സ്വർണത്തിന്റെ വില തന്നെ ഉദാഹരണം. നികുതി അടക്കം ഇന്നത്തെ വിലയനുസരിച്ച് പവന് 1,18,000 രൂപയാ. പണിക്കൂലി വേറെ. എല്ലാം കഴിഞ്ഞു വരുമ്പോ ഏതാണ്ട് 1.25 ലക്ഷം ഉറുപ്പികയാവും. 50 പവൻ കൊടുക്കാമെന്ന് തീരുമാനിച്ച തന്നെ രൂപ അപ്പോഴും 10-60 ലക്ഷം രൂപയായില്ലേ. പിന്നെ കല്യാണ ചെലവ് എല്ലാം കൂടി നോക്കുമ്പോ 1 കോടി രൂപ പോയി കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുമ്പോഴേക്കും, കാര്യങ്ങളെല്ലാം ഞാൻ ഗൾഫിൽ വെച്ചേ മോനോട് പറഞ്ഞിട്ടുണ്ട്. 1 കോടിയൊന്നും മുടക്കി ഒരു കല്യാണം നടത്താനുള്ള പാങ്ങൊന്നും എനിക്കില്ല. പക്ഷെ അങ്ങനെ വെറുതെ വിടാനും പറ്റില്ലല്ലോ. പല കാലങ്ങളായി സ്വരൂപിച്ചു വെച്ച കുറച്ച് സ്വർണമുണ്ട്. ഒരു 10-20 പവൻ കാണും. അത് അവൾക്കുള്ളതാ. പിന്നെ ഈ വീട്, അതും അവൾക്കുള്ളതാണെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. അതിലൊന്നും വിഷമിക്കണ്ട, ഞങ്ങൾക്കങ്ങനെ ഒരു ഡിമാൻഡുമില്ലെന്ന് പയ്യന്റെ അച്ഛനും പറയുന്നുണ്ട്. നമുക്ക് ഡിമാൻഡ് ഇല്ലെങ്കിലും അവർക്കാവുന്നത് പോലെയൊക്കെ ചെയ്യുന്നില്ലേ? 20 പവൻ എന്ന് പറഞ്ഞ ഇന്നത്തെ വിലയ്ക്ക് 25 ലക്ഷം രൂപയായില്ലേ എന്ന് പയ്യന്റെ അമ്മാവൻ ചോദിക്കുമ്പോഴേക്കും സുനന്ദ ചായയുമായി അങ്ങോട്ടെത്തുകയാ. അവളെല്ലാവർക്കും ചായ നൽകിക്കൊണ്ട് ലളിതയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം പറയാനായി സുനന്ദയോട് ലളിത പറയുന്നുണ്ട്. അവൾ അവരുടെ നേരെ കൈകൂപ്പിക്കൊണ്ട് നമസ്കാരം പറയുമ്പോഴേക്കും, നിനക്ക് കുട്ടിയോട് സംസാരിക്കണോടാ എന്ന് പയ്യന്റെ അച്ഛനും ചോദിക്കുക. ഏയ്, നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടാ മതി. ഇപ്പൊ ഒരു 10 മിനിറ്റ് സംസാരിച്ചുകൊണ്ട് സുനന്ദയ്ക്ക് എന്നെയും എനിക്ക് സുനന്ദയെയും ബോധ്യമാവാൻ പോകുന്നില്ല. അതിന് ദിവസങ്ങളെടുക്കും. അതുപോലെന്ന് പയ്യനും ചോദിക്കുന്നുണ്ട്. അവൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് അച്ഛൻ പറയുമ്പോ, അതിനെന്താ, അവൾ പഠിച്ചോട്ടെ. കുട്ടികൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാ. ഇവന്റെ കൂടെ ഗൾഫിൽ പോകുമ്പോ അവിടെയും ജോലി നോക്കാലോന്ന് പയ്യന്റെ അച്ഛനും പറയുന്നു. പിന്നീട് സുനന്ദയുടെ അച്ഛനും പയ്യന്റെ അച്ഛനും തമ്മിൽ പയ്യന്റെയും സുനന്ദയുടെയും തലക്കുറി കൈമാറുന്നുണ്ട്. നിങ്ങൾ കൂടി ഒന്ന് നോക്കിച്ചു വെച്ചോ. അതിനുശേഷം നിശ്ചയത്തിന്റെയും കല്യാണത്തിന്റെയും തീയതി കുറിപ്പിക്കാമെന്ന് പയ്യന്റെ അച്ഛൻ പറയും. ആയിക്കോട്ടെ എന്ന് സുനന്ദയുടെ അച്ഛനും. അങ്ങനെ അവർ യാത്ര പറഞ്ഞ് എണീക്കുമ്പോഴേക്കും പയ്യന്റെ അമ്മ സുനന്ദയുടെ അരികിലേക്ക് വന്ന്, നല്ല സുന്ദരിയായിരിക്കുന്നു കേട്ടോ, രണ്ടുപേരും നല്ല ചേർച്ചയാ, അമ്മ വരട്ടെ മോളെ എന്ന് പറഞ്ഞ് യാത്ര പറയുമ്പോഴേക്കും പയ്യനും സുനന്ദയോടായി ഫോൺ ചെയ്യുമ്പോൾ അല്പം കൂടുതൽ സംസാരിക്കാൻ കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്യണമെന്നില്ലെന്ന് പറയുന്നുണ്ട്. അത് തറവാട്ടി പിറന്ന കുട്ടികളുടെ ലക്ഷണമാണെന്ന് പറഞ്ഞേ പയ്യന്റെ അമ്മയും കൂട്ടരും അവരോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ്. അവർ പോയി കഴിയുമ്പോഴേക്കും അച്ചമ്മയും സുനന്ദയുടെ അരികിലേക്ക് വന്ന്, നല്ല പയ്യനല്ലേ, നന്നായി ചേരുമെന്ന് സന്തോഷത്തോടെ പറയുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ വീട്ടിൽ നിധി സുനന്ദയുടെയും സുഭാഷിന്റെയും കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സുധീഷിനോടും നികേഷിനോടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു സാധ്യതയുമില്ല, സുനന്ദ ഒരിക്കലും വരാൻ പോകുന്നില്ലെന്ന് സുധീഷ് പറയുമ്പോൾ, അവരുടെ വീട്ടിലറിഞ്ഞ ഇതൊക്കെ വലിയ ഇഷ്യൂ ആയിട്ടെത്തി എന്ന് നികേഷും ഓർമ്മിപ്പിക്കുമ്പോൾ, ആ പെണ്ണിന് ഇതൊക്കെ ഒരു കളിയാണെന്ന് എല്ലാവരെയും ഇളക്കിവിട്ട് കറക്റ്റ് സമയത്ത് ആ പെണ്ണ് മുങ്ങിക്കളയുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. സുനന്ദ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാ, ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് തയ്യാറാവില്ലെന്നും സുഭാഷ് ഏട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂവെന്നും എന്നോട് സ്ട്രോങ് ആയി പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അവൾ ചോദിച്ചത് ആത്മാർത്ഥമായിട്ടാ, അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ പറയുന്നത്. അവൾ ഉറപ്പായിട്ടും ഇറങ്ങി വരുമെന്ന് നിധി പറയുമ്പോൾ, അവര് വരാൻ പോണില്ല എടുത്തി എന്ന് ഹരീഷും പറയുന്നുണ്ട്. ശരി, സുനന്ദയെ വിശ്വസിക്കണ്ട, എന്നെ വിശ്വസിച്ചൂടെ? ഇത്ര നാളുകൾക്ക് ശേഷം അവൾ ഉറച്ചൊരു തീരുമാനമെടുത്തത് ഇപ്പോഴാ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ പ്ലീസ് എന്ന് നിധിയും. എന്റെ പൊന്നു നിധി, ആ പെണ്ണൊരു പേടിത്തൊണ്ടി. വീട്ടുകാരൊന്ന് കണ്ണുരുട്ടിയാ അവൾ അവിടെ നിൽക്കുമെന്ന് സുധീഷ് പറയുമ്പോ, എത്ര പേടിത്തൊണ്ടിയായാലും മനസ്സുറച്ചൊരു തീരുമാനമെടുത്താ പിന്നെ അതിന്ന് മാറില്ല. ഒരിക്കൽ ഞാനും അങ്ങനെ ഒരു പേടിത്തൊണ്ടിയായിരുന്നു. വീട് വിട്ട് പോകുന്നതിനെ കുറിച്ച് ഞാൻ ഒരു കാലത്തും ആലോചിച്ചിട്ടില്ല. സഹിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ തനി അതെല്ലാം അങ്ങ് ചെയ്തു പോകും. തനിക്ക് വേണ്ടി താൻ തന്നെ തീരുമാനമെടുത്തില്ലെങ്കിൽ വേറെ ആരും ഉണ്ടാവില്ലെന്ന് മനസ്സിലായ പിന്നെ എന്ത് ചെയ്യാനാവും? സുനന്ദ ഇപ്പോ അങ്ങനെ ഒരു മാനസികാവസ്ഥയില്ല എന്ന് നിധി പറയുമ്പോ, ശരി സമ്മതിച്ചു, പക്ഷേ സുഭാഷ് ഏട്ടനും കൂടി സമ്മതിക്കേണ്ടെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. സുഭാഷ് ഏട്ടന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ കല്യാണം നടത്താൻ നിങ്ങൾ റെഡിയാണോന്ന് ആദ്യം പറ എന്ന് നിധി. അത് കേൾക്കെ നികേഷും, ഏട്ടത്തി സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമേ ഉള്ളൂ. അതിപ്പോ സുനന്ദേച്ചി
എങ്ങനെയായാലും സന്തോഷം തന്നെയാണ്. പക്ഷേ ആ വീട്ടുകാരെ കുറിച്ച് ഓർക്കുമ്പോഴാ ഒരു പേടി. എന്ന് പറയുമ്പോ സുനന്ദ ധൈര്യമായി ഇറങ്ങി വന്നാൽ പിന്നെ അതാരെതിർത്തിട്ടും കാര്യമില്ല. എതിർക്കാൻ വരുന്നവരെ അടിച്ചൊതുക്കിയിട്ടാണെങ്കിലും നമ്മൾ കാര്യം നടത്തും, അത് വേറെ കാര്യമെന്ന് സുധീഷും. കുട്ടികൾക്ക് ഹരീഷും എല്ലാം ഒക്കെ കല്യാണം നടത്തുന്നത് വലിയ കാര്യമൊന്നുമല്ല, അത് നമുക്ക് നോക്കാം. പക്ഷേ സുനന്ദ ഇറങ്ങി വരുമോ ഇല്ലയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അവൾ ഉറപ്പായിട്ടും വരുമെന്ന് നിധിയും. അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഓക്കെയാണെന്ന് അവർ 3 പേരും സമ്മതിക്കുക. പക്ഷേ സുഭാഷ് ചേട്ടനോട് ഇത് ആര് സംസാരിക്കുമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കിയാൽ മതി. നാളെ കൃത്യം 10 മണിക്ക് സുനന്ദ അമ്പലത്തിൽ വരുമെന്ന് നിധി പറയുന്നുണ്ട്. അമ്പലത്തിൽ വെച്ച് താലി കെട്ടി ദേവസ്വം ഓഫീസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഈ രജിസ്ട്രേഷൻ പിന്നെ നടത്തിയാൽ മതി, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് സുധീഷ് പറയുമ്പോൾ ഓ എക്സ്പീരിയൻസിന്റെ ഗുണമല്ലേ എന്ന് നികേഷും ചോദിക്കുക. സുധീഷ് പരങ്ങളോടെ നികേഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പിന്നെ അവളോട് വരുമ്പോഴേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തോണ്ട് വരാൻ പറയണം കേട്ടോ, ഒരാളെ പോലെ അത് വീട്ടിൽ വെച്ച് മറന്നുപോയാൽ ആകെ കുഴഞ്ഞു പോകുമെന്ന് സുധീഷ് ഓർമ്മിപ്പിക്കും. ഡോക്യുമെന്റ്സ് ഇല്ലാതെ രജിസ്റ്റർ മാരേജ് നടത്തി ശീലമുള്ള ആളല്ലേ, അപ്പൊ പിന്നെ ആ പ്രശ്നം വരില്ലെന്ന് നിധിയും. സുധീഷും പരങ്ങളോടെ അയ്യോ അത് ഞാൻ ചെയ്തതൊന്നുമല്ല, സത്യമായിട്ടും അല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് വിഷയം മാറ്റി എടാ ഞാനൊരു കാര്യം ചെയ്യാം, അമ്പലത്തിൽ ചെന്നിട്ടെ കല്യാണത്തിന്റെ കാര്യങ്ങൾക്കുള്ള റെസിപ്റ്റ് തയ്യാറാക്കും, നിങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂന്നും പറഞ്ഞ് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. നികേഷ് അപ്പോഴേക്കും നിധിയോടായി ഏട്ടത്തി സുഭാഷ് ചേട്ടനോട് സംസാരിച്ച് എല്ലാം ഉറപ്പിക്കുക, കൂടെ ഞങ്ങൾ വരാം, ബാക്കി കാര്യം എന്നിട്ട് നോക്കാമെന്ന് പറയുക. കാര്യമറിഞ്ഞ സുഭാഷും ആകെ അങ്കലപ്പോടെ കല്യാണമോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, അത് നാളെയോ, അതൊന്നും ശരിയാവില്ലെന്ന് പറയുമ്പോ എന്തായാലും നിങ്ങൾ തമ്മിൽ ഇഷ്ടാണ്, എന്നാ പിന്നെ വിവാഹം കഴിച്ചാൽ എന്താന്ന് ഹരീഷും ചോദിക്കും. അതെ എല്ലാ ലവ് സ്റ്റോറിക്കും ഒരു ക്ലൈമാക്സ് ഉണ്ടേട്ടാ എന്ന് നികേഷ് പറയുമ്പോ ലവ് സ്റ്റോറിയോ എന്ന് അമ്പരപ്പോടെ സുഭാഷ്. എന്താ അങ്ങനല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എടാ അവൾ എന്തോ വട്ടു പറഞ്ഞെന്ന് കരുതി എന്ന് സുഭാഷ് ഏട്ടന് അവളെ ഇഷ്ടായിരുന്നില്ലെന്ന് എന്നോട് പറയാൻ പറ്റുമോ എന്ന് നിധി ചോദിക്കുമ്പോ അവൾക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കല്ലേ നിധി, ഇതിനോടകം അവരെത്രയോ പേരെ അറിയിച്ചിട്ടുണ്ടാവും, വെറുതെ നമ്മളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കാം, അതൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ നമ്മളെ നാട്ടുകാർക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ, അതിന്റെ ഇടയില ഇതും കൂടി വേണ്ട അത് വലിയ പ്രശ്നമാവുമെന്ന് സുഭാഷ് പറയുന്നുണ്ട്. നാട്ടുകാരെന്തു പറയുന്നു എന്ന് കരുതി നമുക്ക് ജീവിക്കാൻ പറ്റുമോ സുഭാഷ് ഏട്ടാ, അവരെന്തു വേണേലും പറഞ്ഞോട്ടെ, സുനന്ദയെ സുഭാഷ് ഏട്ടനെ ഇഷ്ടാണോ അല്ലേ, അതേ ഇവിടെ ചോദ്യമുള്ളൂ, പറയണമെന്ന് നിധിയും. ഇഷ്ടമുള്ളതെല്ലാം സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ നിധി എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അത് എന്ത് തരം ഫിലോസഫിയാ ചേട്ടാ, ഇഷ്ടപ്പെട്ടത് സ്വന്തമാക്കാന്നുള്ളത് നമ്മുടെ ആവശ്യം, അത് നടത്തിയെടുക്കുക നമ്മൾ ചെയ്യേണ്ടെന്ന് ഹരീഷ് പറഞ്ഞതാ ശരി, ഇഷ്ടമുള്ളത് നേടിയെടുക്കാൻ നമ്മൾ തന്നെ പ്രയത്നിക്കണം എന്ന് നിധി പറയുമ്പോ മോളെ അതൊന്നും ശരിയാവില്ലെന്ന് സുഭാഷ്. ഒരു നാട് സ്വന്തക്കാര് അതൊക്കെ വലിയ പ്രശ്നമാവുമെന്ന് സുഭാഷ് പറയുമ്പോ ആ കുടുംബത്തെ സ്വന്തക്കാരെന്ന് മാത്രം പറയല്ലേ ഏട്ടാ എന്ന് ഹരീഷ്. അത് കേൾക്കാൻ നികേഷും ഏട്ടത്തി എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഇത് ഇതുവരെ എത്തിച്ചതെന്ന് അറിയാമോ, ഈ കല്യാണം നടന്ന നല്ലതല്ലേ ചേട്ടാ, ഇതിനു വേണ്ടിയാവും ഇത്രയും നാളും വിവാഹം നടക്കാതിരുന്നതെന്ന് അവൻ പറയും. അവരെന്തൊക്കെ തീരുമാനിച്ചിട്ടും സുനന്ദ അവസാനം ഇവിടെ തന്നെ വന്നെത്തിയില്ലേ, അതിന്റെ കാരണം എന്താന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഞാൻ ഇന്ന് രാവിലെ അവളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു, സുഭാഷ് ഏട്ടനെ മറന്ന് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ലെന്ന് അവൾ പറയുന്നു, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമോന്ന് എന്നോടും ചോദിച്ചു എന്ന് നിധി പറയുമ്പോ ഇന്ന് തീരുമാനിക്കുന്നു നാളെ കെട്ടുന്നു, ഇതൊന്നും ശരിയായ ഏർപ്പാടല്ല, വീട് വിട്ട് വരാനൊന്നും അവൾക്ക് പറ്റത്തില്ല എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ അവൾക്ക് സുഭാഷ് ഏട്ടനെ അത്രയ്ക്കിഷ്ടാ, അതുകൊണ്ടാ അവസാനം എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ അവൾ തയ്യാറായത്, നാളെ കൃത്യം 10 മണിക്ക് അവൾ അമ്പലത്തിലെത്തും, അപ്പോ നമ്മൾ അവിടെ ഉണ്ടാവണം എന്ന് നിധി പറയുമ്പോ കല്യാണത്തിനുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞെന്ന് ഹരീഷ്. എടാ അവളെ മറ്റൊരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവളുടെ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ചതല്ലേ, അതെങ്കിലും നമ്മൾ ആലോചിക്കണം എന്ന് സുഭാഷ് ടെൻഷനോടെ ചോദിക്കുമ്പോ എന്തിനാലോചിക്കണം, അവരാരുടെ മുന്നിൽ വേണമെങ്കിലും നാണം കെട്ടോട്ടെ, അത് സുഭാഷേട്ടൻ എന്തിനാലോചിക്കുന്നേ, അവർ ഇത്രയും കാലം നമ്മളെ പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ നിധിയും സുഭാഷ് ഏട്ടാ വീട് സ്വന്തക്കാരെ എന്നൊക്കെ ആലോചിക്കേണ്ട സമയമല്ല ഇത്, ഒറ്റ ചോദ്യത്തിന് ഇപ്പൊ സുഭാഷ് ഏട്ടന്റെ മനസ്സിൽ ഉത്തരം വേണ്ടോ, സുനന്ദയെ സുഭാഷ് ഏട്ടന് ഇഷ്ടമാണോ എന്ന ചോദ്യത്തിന് മാത്രം എന്ന് നിധി ചോദിക്കുമ്പോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ലല്ലോ, അവൾ ഒരു പാവം പെണ്ണ, ഓരോ തവണയും ഇവിടെ വന്ന് കരഞ്ഞു നിലവിളിച്ചു പോകുമ്പോ എനിക്കും ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്, പക്ഷേ എന്ന് ടെൻഷനോടെ സുഭാഷ് നിർത്തുമ്പോ പിന്നെന്താ ഒരു പക്ഷേ, വിവാഹം കഴിച്ചാ പോരെന്ന് നിധിയും ചോദിക്കുക. വിവാഹത്തോടെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ലല്ലോ, പിന്നെയല്ലേ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നു, അതാണ് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തതെന്ന് സുഭാഷും. അത് കേൾക്കേ നിധിയും ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര നാളല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് സുഭാഷ് ഏട്ടൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ടാവും, അതിവിടെ എല്ലാവർക്കും അറിയാം, പക്ഷേ എന്ത് നടന്നാലും ഫേസ് ചെയ്യാമെന്ന് ഉറപ്പിച്ചിട്ടാ എല്ലാവരും ഇത് പറയുന്നതെന്ന് അവളും പറയും. കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തു നടന്നാൽ എന്താ സുഭാഷ് ഏട്ടാ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോലീസിൽ പരാതി കൊടുത്തിട്ട് എന്താ കാര്യം, ആരുടെയൊപ്പം ജീവിക്കണമെന്ന് പോലീസുകാർക്ക് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്, പിന്നെ ഇവിടെ വന്നിട്ട് അടിയുണ്ടാക്കാൻ പോകുന്നത് വരട്ടെ, അപ്പോഴല്ലേ നമുക്ക് നോക്കാം, നമ്മളൊന്നും ചെയ്യാതെ തന്നെ അവരെന്തൊക്കെ ചെയ്തു, നമ്മൾ നേരിട്ടില്ലേ, ഇതും നമ്മൾ നേരിടും എന്ന് ഹരീഷ് തീർത്ത് പറയുമ്പോ സുനന്ദയോട് അമ്പലത്തിലേക്ക് സുഭാഷ് ഏട്ടനെ എത്തിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടാ ഞാൻ വന്നത്, നാളെ അവിടെ ഉറപ്പായിട്ടും അവൾ വരും, സുഭാഷ് ഏട്ടൻ വരാതിരിക്കും എന്ന് നിധി ചോദിക്കുമ്പോ മോളെ
മോളെ അവരാലോചിച്ചുറപ്പിച്ച വിവാഹം നിന്നുപോയാ അതവർക്ക് നാണക്കേടാവില്ലെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ദേഷ്യത്തോടെ ഹരീഷും ഇനിയും ആ വീട്ടുകാരെ പറ്റിയുള്ള നാണക്കേടോർത്തു നിന്നാലേ ചേട്ടനാണെന്നോ നോക്കില്ല, പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് അവനും ദേഷ്യത്തോടെ പറയും. എടാ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടിനെ പറ്റി ഒരുപാട് മോശം പേരുണ്ട്. ഇനിയും എന്തെങ്കിലും ഉണ്ടായാൽ അത് നിങ്ങളെ തന്നെ ബാധിക്കും, അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് സുഭാഷും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ ഇനി എന്താ ഉള്ളത് സുഭാഷേട്ടാ? ഇതുവരെ നമ്മളെ പറ്റി ആരും നല്ലതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താ, സുഭാഷേട്ടന്റെ കല്യാണം കൊണ്ട് ആദ്യമായി ഒരു ചീത്തപ്പുകാരി ഉണ്ടാവുകയാണെങ്കിൽ ഏട്ടത്തി പറയുന്ന കേൾക്ക്, അതാ നല്ലതെന്ന് നികേഷും പറയുന്നു. അതെ, കൂടുതൽ ആലോചിക്കാൻ നിൽക്കണ്ട് ഈ കല്യാണത്തിന് റെഡി ആവാൻ നോക്ക് സുഭാഷേട്ട എന്ന് ഹരീഷും. സുനന്ദ നാളെ അതും പ്രതീക്ഷിച്ച അമ്പലത്തിലേക്ക് വരിക. ചെന്നില്ലെങ്കിൽ അവളെ നമ്മൾ ചതിച്ചൊന്നും വിചാരിക്കില്ല. അവള് ചതിക്കണമെന്നുണ്ടോ സുഭാഷേട്ടനെന്ന് നിധി ചോദിക്കുമ്പോ ഏയ് ഒരിക്കലും ഇല്ലെന്ന് സുഭാഷ്. അത് കേൾക്കെ നിധിയും സന്തോഷത്തോടെ ഡൺ, അപ്പൊ പ്രശ്നം തീർന്നു, നാളെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആ കല്യാണം നടക്കും, ഓക്കെ എന്ന് പറഞ്ഞ് തംസപ്പ് നീട്ടുമ്പോഴേക്കും എല്ലാവരും ഓക്കെ പറഞ്ഞ് കൈ ചേർത്ത് വെക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.